നമുക്ക് സാനിയിലേക്ക് കൂടി പോയാൽ സാനിയോ, ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? അതായത് വെള്ളാർമലയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൂടി 13ാമത്തെ മൃതദേഹവും വഹിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. കുഞ്ഞ് സുരക്ഷിതനായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കുഞ്ഞിന് ഗുരുതരമായ പരിക്കുകൾ തലയ്ക്കടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 13ാമത്തെ മൃതദേഹം ആ കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പുഴ മുറിച്ചു കടന്നു. അതായത് സിവിൽ പോലീസ് ഓഫീസറുടെയും അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ ഈ പുഴ മുറിച്ച് ഇക്കരെ കടന്നിരിക്കുകയാണ്. ഇക്കരെയുള്ള കാഴ്ച അങ്ങേയറ്റം പറയാൻ കഴിയാത്ത ഒരു തരത്തിൽ, അതായത് ദൃശ്യങ്ങളിൽ കൂടി മാത്രം വിശദീകരിക്കാവുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. കാരണം ഒരു റോഡ് ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ റോഡ് നിറയെ വലിയ പാറക്കല്ലുകൾ, ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത് എന്നത് ഊഹിക്കാൻ പോലും കഴിയാത്തത്രയും വലിയൊരു കാഴ്ചയാണ് കാണാനാവുന്നത്. നല്ല പുതിയ വീടുകൾ, നിരവധിയായ വീടുകൾ, ഇതൊക്കെ തകർന്ന് ഈ വീടിനുള്ളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നേക്കാം. ഇവരൊക്കെ എങ്ങോട്ട് പോയി എന്നറിയില്ല. ഇപ്പോൾ കൂടുതൽ സ്ട്രെച്ചറുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വീട്ടിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗം ആ തകർന്നു കിടക്കുന്ന ഒരു വീടോ കടയോ ആയിരിക്കാമല്ലേ? അതിന്റെ ഫൗണ്ടേഷൻ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അതൊരു വീടായിരുന്നു, അതിന്റെ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മറ്റൊരു വീട്. ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ ഉരുളൻ കല്ലുകളെല്ലാം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു റോഡാണ്. അതായത് ടാർ ചെയ്ത നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണിത്. ഉരുളൻ കല്ലുകൾ മാത്രമായി മാറിയിരിക്കുന്നു. റോഡൊന്നും കാണാൻ കഴിയുന്നില്ല. ഉരുളൻ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകളൊന്നുമല്ല, ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറക്കല്ലുകളാണ് ഇത് വന്ന് അടിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആളുകളെ ആ വീട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ വലിയ പാറകളൊക്കെ കിടക്കുന്ന ഭാഗത്ത് നിന്ന് മനുഷ്യരെ കണ്ടെത്തുക വലിയ വെല്ലുവിളിയല്ലേ? കുറേ വീടുകൾ ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ അവരിൽ പലരും ക്യാമ്പിലേക്കൊന്നും മാറിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? ക്യാമ്പുകൾ വലിയ കാര്യമായി മാറേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. കാരണം ഈ പ്രദേശം ഒരിക്കലും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമല്ല, ഒരു നിരന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് മേലെ കുന്നിന് മുകളിൽ നിന്ന് ഉരുൾപൊട്ടി ഒലിച്ച് ഈ പുഴ വലുതായി 2 കൈവഴികളായി പിരിഞ്ഞ് അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യവുമില്ലായിരുന്നു. കാരണം നല്ല വീടുകളുണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട്, തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ആളുകളായിരിക്കണം ഇവരിൽ പലരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു IASന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് സംഘമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇപ്പോൾ മേപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ, അതോടൊപ്പം വൈത്തിരി ആശുപത്രിയിൽ ഒരെണ്ണം, അങ്ങനെ അവിടെ 18 ബോഡീസും അതോടൊപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 5 ആ നിലയിൽ അവിടെ ഇതുവരെ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും ജീവനോടെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ബഹുമാനപ്പെട്ട CM അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം NDRFൻ്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ, AK ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു. റവന്യൂ മിനിസ്റ്ററും PWD മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേളു മിനിസ്റ്ററും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിയിരിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡീസിൻ്റെ കണക്കാണ് പറഞ്ഞത്. മേപ്പാടിയിൽ 18, അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ 5 എന്നുള്ള നിലയിലാണ്. സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്ന 23 മരണം. ഡയറക്ടർ ഹെൽത്ത് സർവീസസും അവിടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ സമയം 100 കണക്കിന് ആളുകൾക്ക്, ഒരു മുറിവേറ്റവർക്കും ഒക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മേപ്പാടിയിൽ മാത്രം 18, മറ്റു സ്വകാര്യ ആശുപത്രികളിൽ 5 എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. 23. നോക്കൂ, ദയനീയമായ കാഴ്ച. സാനിയോ, ഒന്ന് വിശദീകരിക്കൂ. ആ കാഴ്ച വിശദീകരിക്കുന്നതിനും അപ്പുറം ഹൃദയഭേദകമാണ്. ആ വീടിനുള്ളിൽ മനുഷ്യരുണ്ടോ?
ആ വീടിനുള്ളിലെല്ലാം മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരുൺ, ഈ വീടിന്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കണം. അതായത് നല്ല രീതിയിൽ പണിത, റോഡിന് സമീപമുള്ള, ഒരു പുഴയ്ക്കൊക്കെ സമീപമുള്ള നല്ല രീതിയിൽ പണിത ഒരു വീട്. ആ വീട് ഇപ്പോൾ ഇങ്ങനെ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങോട്ടാണ് പോയത്? അവരെവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യം പോലും അല്ല എന്നുള്ളതാണ്. ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവരുടെയൊക്കെ വീടിന് മുറ്റത്താണ് ഈ പാറക്കല്ലുകളും മറ്റും വന്ന് വീണിരിക്കുന്നത്. ഇപ്പോഴും മറ്റൊരിടത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നേരത്തെ നമ്മൾ ഒരു കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് മൃതദേഹം കിട്ടിയിരുന്നു. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ വീടിനുള്ളിലൊക്കെ ആളുകൾ, രക്ഷാപ്രവർത്തകർ കയറിപ്പോയി ആളുകൾ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത്. പലയിടങ്ങളിലായി ഉള്ള വീടുകൾ, ചെറിയ വീടുകൾ, വലിയ വീടുകൾ, എല്ലാവരുടെയും ഒരു സ്വപ്നങ്ങൾ തകർന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനാവുന്നത്. എവിടെ നിന്ന് വന്നു സാനിയോ? കാരണം ആ ഭാഗത്തെങ്ങും നമുക്കൊരു വലിയ മല കാണാൻ കഴിയുന്നില്ല. വലിയ രീതിയിൽ ഇന്നലെ രാത്രിയിൽ ഇവർ സുഖമായി ഉറങ്ങാൻ കിടന്നതാവും. അവർ വലിയ സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയ വീടാണ്, അവർ വെച്ച വീടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് 23 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവർ ആരും ഒരു അയൽവാസിയെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലേ സാനിയോ? ഈ പ്രദേശത്തുള്ള ഒരാളെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവരൊക്കെ എങ്ങോട്ടാണ് പോയത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ വീടിന് മുന്നിലൊക്കെ ഈ പാറ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ പാറകളൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് നമുക്കൊരു സംശയമാണ്. കാരണം ഇത്രയും ദൂരെയാണ്, നമുക്ക് സമീപ പ്രദേശങ്ങളിൽ ഇവിടെയും ഒരു വലിയ കുന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഏത് കുന്നിൽ നിന്നാണ് ഇത് ഉരുൾപൊട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളത് പ്രകൃതിയുടെ ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിട്ട് വേണം പറയാൻ. കാരണം അത്രയും വലിയ പാറകൾ, ഹൃദയഭേദകമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുന്നു എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനത്തിലേക്കാണ് മുഴുവൻ കണ്ണുകളും ഇപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ സാനിയോ നിൽക്കുന്ന വെള്ളാർമല ഭാഗം, ചൂരൽമല ഗ്രാമം, ഒപ്പം നമ്മളുടെ ദീപക് മോഹൻ ഇപ്പോൾ യാത്ര ചെയ്തെത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാമം. ഈ മുണ്ടക്കൈ ഗ്രാമത്തിലാണെങ്കിൽ പൂർണ്ണമായും എല്ലാം തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലാണ് എന്നാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം. മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് കഴുത്തോളം തന്നെ പുഴയിൽ അമർന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഇനിയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം അവിടെ പാറയിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ പുറത്ത് കരകയറാൻ കഴിയുന്നില്ല. ഒന്നനങ്ങിയാൽ താഴെ പൂന്തിപ്പോകാവുന്ന അവസ്ഥയിലാണ്, മുങ്ങിപ്പോകാവുന്ന അവസ്ഥയിലാണ്. അപ്പോഴും ആ ചെറുപ്പക്കാരൻ വളരെ ശ്രമം നടത്തുന്നുണ്ട്. മണിക്കൂറുകളായി ചെളിയിൽ പൂണ്ട് നിൽക്കുന്നയാളെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ രാഘവൻ നേരത്തെ നമ്മളോട് ഈ വിവരം അറിയിച്ചു. നിസ്സഹായനാണ് അദ്ദേഹം, കരയുന്നതും നമ്മൾ കണ്ടു. ശ്രീ രാഘവനെ നമുക്ക് ഒരിക്കൽ കൂടി ബന്ധപ്പെടാവുന്നതാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് ഒരിക്കൽ കൂടി ചോദിക്കാം. നമുക്ക് എന്തായാലും ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. ദീപക്കിനോടും രക്ഷാപ്രവർത്തക സംഘത്തോടും നമ്മൾ പറഞ്ഞു. അവർ അല്പസമയത്തുള്ളിൽ അവിടെ എത്തും. പക്ഷേ ദൗത്യസംഘത്തിന് ദുഷ്കരമാകുന്നത് 280 അംഗ NDRFിൻ്റെ സംഘമാണിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വയനാട്ടിലേക്ക് ഓടിയെത്തിയത്. രണ്ടാമത്തെ സംഘം അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും. മൂന്നാമത്തെ സംഘം കൊല്ലത്തു നിന്നും യാത്ര തിരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് 2 NDRF യൂണിറ്റുകൾ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളുമായി റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം പ്രേക്ഷകർക്കൊപ്പം പലയിടങ്ങളിൽ നിന്നായി ചേരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൈയിലെ ദൃശ്യങ്ങൾ കാണാം. മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് ചെളിയിൽ പൂണ്ടു നിൽക്കുന്ന മനുഷ്യനെ ഇപ്പോഴും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സാവധാനം കൈകൾ ഇട്ടനക്കി അദ്ദേഹം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ പിടിക്കുന്നിടം ശക്തിയോടുകൂടി കയറി വരാൻ കഴിയുന്നില്ല. മണിക്കൂറുകളോളം ഈ മനുഷ്യൻ ആ നിൽപ്പാണ്. രാവിലെ 5 മണി മുതൽ ഈ ചെളിയിൽ പൂണ്ട് നിൽക്കുകയാണ് ഇയാൾ. ജീവൻ്റെ കണിക ബാക്കി നിൽക്കുന്നത് കൊണ്ടും പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് കൊണ്ടുമാണ് ആ മനുഷ്യൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്.